ഭീകരവിരുദ്ധ നീക്കത്തിന് സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ 2000 കോടി രൂപയുടെ കരാറുകൾക്ക് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വർഷം അപ്രതീക്ഷിതമായ പല ഭീകരാക്രമണങ്ങളും രാജ്യം നേരിട്ട സമയം കൂടിയാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാർ? സൈനികരുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണിത്. 13 പുതിയ കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചിരിക്കുന്നു. അതിൽ നമ്മൾ ഈ കരാറുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്ന സാധനങ്ങൾ പരിശോധിച്ചാൽ ഡ്രോണുകളുണ്ട്. ഡ്രോണുകളെ നേരിടാനുള്ള റഡാർ സംവിധാനങ്ങളുണ്ട്. ഒപ്പം തന്നെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ഒപ്പം ഹെൽമറ്റുകൾ തുടങ്ങി ഒരു സംഘർഷ മേഖലയിലേക്ക് നമ്മുടെ സൈനികർ നേരിട്ട് പോകുമ്പോഴും ഒപ്പം തന്നെ ഒരിടത്ത് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അപ്പുറത്തൊന്നും ശ്രമമുണ്ടായാൽ അതിനെ തകർക്കാനും വേണ്ടിയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കുറേയേറെ സാധനങ്ങളാണ് വാങ്ങാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്കിപ്പോൾ ഈ ആയുധങ്ങളുടെ ആവശ്യം വന്നിരിക്കുന്നത്. ഒന്ന് അതിർത്തി പ്രദേശത്ത്, രണ്ടാമത്തേത് മാവോയിസ്റ്റുകൾക്കെതിരെ വലിയ വേട്ട നടക്കുന്നുണ്ട് ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് മേഖലകളിൽ. അവിടേക്കും ആയുധങ്ങളുടെ ആവശ്യമുണ്ട്. ഈ 2 കാര്യം കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇപ്പോൾ 2000 കോടി രൂപയുടെ ഒരു കരാറിന് അനുമതി നൽകിയിരിക്കുന്നത്.